ليس من الخسران أنا لياليا നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ളത്, നമ്മുടെ ആയുസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ സെക്കൻഡും അത് നമുക്ക് വലിയ ഉപകാരമുള്ളതാണെന്ന് നമുക്ക് ഉപകാരപ്പെടുന്ന തരത്തിലാകാൻ നമ്മൾ പരിശ്രമിക്കണം. സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്, ഓ ജനങ്ങളെ, ആളുകൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് കരയുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് കരയൂ. ആളുകൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് കരയുന്നൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരാനുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നാട്ടുകാർ, കൂട്ടുകാരെല്ലാം അയാൾ ദുനിയാവിൽ നിന്ന് പോയല്ലോ എന്നാലോചിച്ച് കരയുന്നൊരു ദിവസം വരും. ആ ദിവസം വരുന്നതിന് മുമ്പ് സ്വന്തമായി ആലോചിച്ച് കരയോ, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങുന്നൊരു ദിവസമില്ലേ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നൊരു ദിവസം വരിക തന്നെ ചെയ്യും. ആ ദിവസം വന്നു ചേരാത്ത ഒരാളും എൻ്റെ സംസാരം കേൾക്കുന്നില്ല. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉപദേശമാണ്, നിന്നെക്കുറിച്ച് ആളുകൾ ഓർത്ത് കരയുന്നതിനു മുമ്പ് നീ നിന്നെക്കുറിച്ച് ആലോചിച്ചൊന്ന് കരയോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര തെറ്റു ചെയ്തു പോയിട്ടുണ്ട്, എത്ര കൊള്ളരുതായ്മകൾ ചെയ്തു പോയിട്ടുണ്ട്, എത്ര മോശപ്രവർത്തനങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. എൻ്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമോ? എന്നെ അല്ലാഹു തആല പരിഗണിക്കുമോ? ഒരു സൃഷ്ടി അറിഞ്ഞാൽ എന്നെ വെറുക്കുന്ന എത്രയോ തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. സൃഷ്ടാവ് എന്നോട് പൊറുക്കുമോ? ഞാനാ ചെയ്ത കൊള്ളരുതായ്മ എൻ്റെ നാട്ടുകാരറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ സഹോദരങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നുമായി ബന്ധപ്പെട്ട, ഞാനുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവരാരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ മോശപ്പെടുത്തുമായിരുന്നല്ലോ. അങ്ങനെ എത്രയോ തെറ്റുകൾ, ആരും അറിയാത്ത തെറ്റുകൾ എൻ്റെ സൃഷ്ടാവിനോട് ചെയ്തു പോയി. അതുകൊണ്ട് ഹാസിബൂ അൻഫുസകും ഖബല അൻ തുഹാസബൂ, അല്ലാഹു ആകുന്ന സൃഷ്ടാവിലേക്ക് വിചാരണക്കെത്തുന്നതിന് മുമ്പ് സ്വന്തം ശരീരത്തെ ഒന്ന് വിചാരണ ചെയ്യൂ. സ്വന്തത്തെക്കുറിച്ച് ആലോചിച്ച് കരയൂ. നമുക്കെപ്പോഴും ചിന്തിക്കാൻ ഇഷ്ടം വേറൊരാൾ മരിച്ചു പോകുമെന്നല്ലേ, വേറൊരാൾ മരിച്ചു പോകുമെന്നല്ലേ. അയാൾ മരിച്ചുപോയാൽ നമ്മൾ മരിച്ചു പോകുമെന്നാലോചിച്ചപ്പോഴെങ്കിലും നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ടോ? ഈ ദുനിയാവ് വിടുന്നൊരു ദിവസം നമുക്ക് വരാനുണ്ട്. നമ്മെ എല്ലാവരും ചേർന്ന് താങ്ങിയെടുത്തു കൊണ്ടുപോകുന്നൊരു ദിവസമുണ്ട്. എല്ലാവരും കൊണ്ടുപോയി നമ്മെ എവിടെയാണോ മറമാടേണ്ടത് അവിടെ കൊണ്ടുപോയി കിടത്തിയിട്ട് മടങ്ങുന്നൊരു ദിവസമുണ്ട്. ആ ദിവസം നമ്മൾ മലക്കുകളെ കാണുന്ന ദിവസം, നമ്മുടെ റൂഹ് ദുനിയാവിൽ നിന്ന് പിരിയുന്ന ദിവസം, നമ്മുടെ വീടും കുടുംബവും എല്ലാം വെടിഞ്ഞ് പിന്നെ നമ്മുടെ കയ്യിലുള്ളതോ വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, സൽക്കർമ്മമല്ലാതെ കൈകളിൽ ഒന്നുമില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ മുതലാളിയെ ഖബറടക്കിയപ്പോ അയാളുടെ പേന അയാളുടെ കൂടുണ്ടാവട്ടെ എന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനെ ഖബറടക്കിയപ്പോൾ അയാളുടെ കാറ് കൂടി അവിടെ കൊടുക്കാമെന്ന് കരുതിയില്ല. അയാൾക്കുള്ള 3 ഖണ്ഡം തുണിയല്ലാതെ മറ്റൊന്നും കൊടുത്തയച്ചിട്ടില്ല. അയാൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതിയിട്ട് ദുനിയാവിൽ നിന്ന് ഏതെങ്കിലും ഭൗതിക സൗകര്യങ്ങൾ അഡീഷണലായി കൊടുത്തുവിടാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല.
അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ ആര് മടങ്ങിയാലും മടക്കം അങ്ങനെയാണ്. ഉണ്ടാകുന്നത് 3 തുണിയാണ്, അല്പം പഞ്ഞിയാണ്, ചെന്നുകിടക്കുന്ന ഇടം മണ്ണാണ്. അവിടെ കൂട്ടിനുള്ളതോ വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്. ദുനിയാവിൽ എന്തെങ്കിലും സൽക്കർമ്മം ചെയ്തോ അതവിടെ കൂട്ടിനുണ്ടാകുമെന്നാണ്. ദുനിയാവിലേതെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ അതവിടെ നമുക്ക് കൂട്ടുകാരനായി വന്നു ചേരുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നേരത്തും നമ്മുടെ ഹൃദയത്തിൽ വരേണ്ട ചിന്തയാണ്, എൻ്റെ ജീവിതം ഇന്ന് അവസാനിച്ചാൽ ഞാൻ എവിടെയാണ് എത്തിച്ചേരുക? എനിക്ക് കൊണ്ടുപോകാൻ എന്താണുള്ളത്? എനിക്ക് കൊണ്ടുപോകാൻ എന്താണുള്ളത്? എല്ലാവരും ചേർന്ന് എന്നെ കൊണ്ടുപോകുന്ന ദിവസം എനിക്ക് സ്വന്തമായിട്ട് എന്താണ് ഉണ്ടാവുക? കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. നിന്നെയും കൊണ്ടുപോകുന്ന ദിവസം കയ്യിൽ എന്തുണ്ടെന്ന് ചിന്തിക്കൂ, നേരത്തെ കരയൂ എന്നാണ് മൊഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയുന്നത്. ആളുകൾ നമ്മളെ കുറിച്ച് ആലോചിച്ച് കരയുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ കുറിച്ചു തന്നെ ആലോചിച്ച് കരയൂ. ബഹുമാനപ്പെട്ടവർ ഉപദേശിക്കുകയാണ്. 1-2 കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചു ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. മഹാനരായ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉപദേശമാണ്. ഓ മനുഷ്യ, ജനങ്ങൾ കാണുന്ന ഇടമെല്ലാം നീ വൃത്തിയാക്കി വച്ചില്ലയോ? നിന്റെ സൃഷ്ടാവ് കാണുന്ന ഇടം എന്തുകൊണ്ട് വൃത്തിയാക്കിയിട്ടില്ല? ജനങ്ങൾ കാണുന്ന ഇടം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ എൻ്റെ തലപ്പാവ് നല്ലതായിരിക്കണം, ഞാൻ ധരിക്കുന്ന വേഷം നല്ലതായിരിക്കണം. നിങ്ങളും നമ്മളുമൊക്കെ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന സമയം നമ്മളുടെ എല്ലാ ഭാഗവും വൃത്തിയായിരിക്കണം. നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവും സുഗന്ധപൂരിതമായിരിക്കണം. അഴുക്കുകൾ പുരണ്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ചെല്ലാൻ നമ്മൾ ആഗ്രഹിക്കുകയില്ല. അതല്ലേ ജനങ്ങളുടെ ഇടയിലേക്ക് അഴുക്കു പുരണ്ടൊരു വസ്ത്രവും കൊണ്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരം ദുർഗന്ധമുള്ള അവസ്ഥയിൽ ജനങ്ങളുടെ അരികിൽ ചെല്ലാൻ നമ്മൾ ആഗ്രഹിക്കുകയില്ല. എല്ലാ നിലയിലും നന്നായി കുളിച്ച് അയൺ ചെയ്ത് വസ്ത്രം ധരിച്ച് മനോഹരമായ സുഗന്ധം പൂശിയാണ് നമ്മളെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നതെങ്കിൽ നിന്റെ സൃഷ്ടാവ് നിന്നെ നോക്കുന്ന ഒരിടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹു നോക്കുന്നത് നിന്റെ വസ്ത്രത്തിലേക്കല്ലെന്ന്, അല്ലാഹു നോക്കുന്നത് നിന്റെ സമ്പത്തിലേക്കല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നിന്റെ വസ്ത്രത്തിലേക്ക് നോക്കുന്നില്ല, നിന്റെ സമ്പത്തിലേക്കും അവന്റെ നോട്ടമില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹുവിന്റെ നോട്ടം നിന്റെ ഹൃദയത്തിലേക്കാണ്. നിന്റെ ഹൃദയത്തിലേക്കാണ് നിന്റെ സൃഷ്ടാവിന്റെ നോട്ടം. അവിടെ എന്തുണ്ട്? ആ ഹൃദയത്തിനുള്ളിൽ എന്തൊക്കെയാണുള്ളത്? അതാണ് സൃഷ്ടാവിന്റെ നോട്ടമായി വരാനുള്ളത് എന്ന് പഠിപ്പിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ ഉപദേശമാണ്! ജനങ്ങൾ കാണുന്നതൊക്കെ നീ നന്നാക്കിയില്ലേ, പക്ഷേ നിന്റെ റബ്ബ് കാണുന്ന ഇടം, നിന്നെ സൃഷ്ടിച്ച പടച്ചവൻ കാണുന്ന ഇടത്ത് എന്തെല്ലാം മോശങ്ങളാണുള്ളത്. ഹൃദയത്തിൽ എത്ര മോശമാണുള്ളത്! വൈരാഗ്യം, പക, അസൂയ, വർഗീയത, പരസ്പരം ഇല്ലാതെയാക്കാനുള്ള ചിന്ത, ഞാനെന്ന വലിയ ഭാവം, അഹങ്കാരം, ഏതെല്ലാം തിന്മകളാണ് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എത്ര ശഹവത്തുകളാണ് അവിടെ ബാക്കി നിൽക്കുന്നത്. അങ്ങോട്ടല്ലയോ നിന്റെ സൃഷ്ടാവ് നോക്കുന്നത്. സൃഷ്ടികളെ തൃപ്തിപ്പെടുത്തുന്ന മനുഷ്യ, സൃഷ്ടാവ് നോക്കുന്ന ഇടം നീ എന്തുകൊണ്ട് നന്നാക്കിയില്ല? അപ്പൊ നന്നാകേണ്ടത് നമ്മുടെ ഹൃദയമാണ്.
നമ്മുടെ ഹൃദയം, ആ ഖൽബ് നന്നായാൽ നമ്മുടെ ശരീരം മുഴുവനും നന്നായി. നമ്മുടെ ഹൃദയത്തിൽ നിന്നെല്ലാ ദുർവിചാരങ്ങളെയും എടുത്തു കളയുക. എല്ലാ മോശങ്ങളും, നമ്മളൊക്കെ ഈ വേദിയിൽ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അള്ളാഹു മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഹൃദയം നന്നാക്കി തരുമാറാകട്ടെ. ഹൃദയങ്ങളിൽ വെളിച്ചം നൽകാൻ കഴിവുള്ളവരാണവർ. ബസ്സിർ ഫുആദി സിറാതൻ അന്ത സാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅന്ത മാലികുഹു വനജ്ജിഹി മിൻ ലദാ ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹിയദ്ദീനി ചൊല്ല് യാ മുഹിയദ്ദീനി. മഹാന്മാരായ ആളുകൾക്ക് ജനങ്ങളുടെ ഹൃദയം അറിയാനുള്ള കഴിവ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ. ബഹുമാനപ്പെട്ടവർ ഒരു വഴിയിലൂടെ ഇങ്ങനെ വരുമ്പോൾ സ്വഹാബിയായ ഒരു സ്വഹാബി പറയുകയാണ്, ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കണ്ടുമുട്ടി. പക്ഷെ ആ കണ്ടുമുട്ടുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് ഞാനൊരു അന്യ സ്ത്രീയെ പരിധി കടന്ന് നോക്കിപ്പോയി. ഒരു സ്ത്രീയെ നോക്കിയപ്പോൾ പരിധി വിട്ടുപോയി. ഒരു സ്ത്രീയെ നോക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിപ്പോയി. പിന്നെ ഞാൻ കണ്ടുമുട്ടിയത് സയ്യിദുന ഉസ്മാനെയാണ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ മുന്നിൽ ചെന്നപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നോട് ചോദിച്ചു, അല്ല, നിങ്ങളുടെ മുഖത്ത് വ്യഭിചാരത്തിന്റെ അടയാളം ഞാൻ കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ മുഖത്തൊരു വ്യഭിചാരത്തിന്റെ അടയാളം ഞാൻ കാണുന്നുണ്ടല്ലോ. ആ സമയത്ത് ആ വന്ന മനുഷ്യൻ അവരെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്കും വഹി ഇറങ്ങാൻ തുടങ്ങിയോ ഉസ്മാൻ? നിങ്ങൾക്കും വഹിയായിട്ട് ആകാശത്ത് നിന്ന് അല്ലാഹു തആല പലതും ഇറക്കിത്തരാൻ തുടങ്ങിയോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതൊന്നുമല്ല, നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ബഹുമാനപ്പെട്ടവരുടെ കറാമത്തുകൾ രേഖപ്പെടുത്തിയ കിതാബുകൾ പറയുന്നത് കാണാം. അപ്പൊ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് നമ്മുടെ ഹൃദയം, അള്ളാഹുവിന്റെ ഔലിയാക്കൾ മാറ്റമുണ്ടാക്കിയത് ജനങ്ങളുടെ മുഖത്തല്ല, ജനങ്ങളുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് മാറ്റം ഉണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയങ്ങൾക്കാണ്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് മാറ്റം നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മുഖം വെളുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എത്ര കോടി രൂപയുടെ പ്രൊഡക്ട്സുകളാണ് ഓരോ വർഷവും നമ്മുടെ നാട്ടിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിറ്റഴിക്കുന്നത്. കൈ കിട്ടുന്നതെല്ലാം വാങ്ങി മുഖത്തും ശരീരത്തിൻ്റെ ഭാഗങ്ങളിലും തേക്കുന്നൊരവസ്ഥയിലേക്ക്. ഇൻസ്റ്റഗ്രാമിൽ കാണുകയാണ്, ഇത് 3 ആഴ്ച തേച്ചാൽ നന്നാകും. വെള്ളപ്പാണ്ടിന് ഉപയോഗിക്കുന്ന മെഡിസിൻ വരെ ഇന്ന് ആളുകൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി തേക്കുന്നുണ്ട്. പുതിയ കാലത്ത് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, നമ്മുടെ തൊലിപ്പുറത്ത് ഉപയോഗിക്കുന്ന ഇത്തരം ക്രീമുകൾ, മറ്റു മരുന്നുകൾ കാരണം കിഡ്നി പോലും തകരാറിലായി പോകുന്നു. കിഡ്നി പോലും, തൊലിപ്പുറത്ത് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അത് തൊലിയുടെ പുറത്തല്ലേ, നിസ്സാരാണെന്ന് ആരും വിചാരിക്കരുത്. കയ്യിൽ കിട്ടുന്നതും കണ്ണി കണ്ടതും ഒക്കെ വാങ്ങുക, അതൊക്കെ വാങ്ങിയിട്ട് മുഖത്ത് തേക്കുക, കുറേ കഴിക്കുക, കുറേ കുടിക്കുക. ഇന്ന് അങ്ങനെ ഒരു ട്രെൻഡിലേക്ക് ആളുകൾ മാറുകയാണ്. ഇന്റർനെറ്റിൽ കാണുന്നതൊക്കെയും വാങ്ങിക്കൂട്ടുന്ന ഒരവസ്ഥയിലേക്കാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എല്ലാ വീടുകളിൽ എത്രയാണ് വാങ്ങുന്നത്? അത് വാങ്ങിയിട്ട് ഒരു മാസം ഉപയോഗിച്ചാൽ നന്നാവും. മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, അപകടകരമായ, ശരീരങ്ങളെ അപകടകരമായി ബാധിക്കുന്ന കെമിക്കലുകൾ, വെള്ളപ്പാണ്ടിന്റെ ഗുളികകൾ, അതുപോലെ സ്റ്റെറോയിഡ് ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളിൽ അപകടകരമായ പല രാസക്കൂട്ടുകളും ചേരുന്നു. അത് ദേഹത്ത് തേച്ചാൽ കിഡ്നി വരെ പോകാൻ സാധ്യതയുണ്ട്. എത്രയോ കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മനുഷ്യന് സൗന്ദര്യമുണ്ടാകുന്നത് മുഖത്തല്ല, മനുഷ്യന്റെ സൗന്ദര്യം ആധാരമാകുന്നത് അവന്റെ ഹൃദയ വിചാരങ്ങളിലാണ്. അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഹൃദയം നന്നാക്കി തരുമാറാകട്ടെ. ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാന്ന് വിചാരിക്കാം. ഇപ്പൊ നോക്കൂ, അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളുത്തവർഗക്കാരനാണ്. നമ്മൾ ഈ കാണുന്ന ഫലസ്തീനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ഫലസ്തീനിലേക്ക് കുടിയേറി വന്ന നെതന്യാഹു ഉൾപ്പെടെയുള്ള മനുഷ്യരെയൊക്കെ നോക്കൂ, കാഴ്ചയ്ക്ക് സുന്ദരന്മാരാണ്, പക്ഷെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളോ എത്രയോ മനുഷ്യരുടെ ജീവൻ എടുക്കുകയാണ്, എത്രയോ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുകയാണ്, എത്രയോ ആളുകളെ കൊന്നുകളയാണ്. അവിടെയാണ് മനുഷ്യന്റെ മുഖത്തിനും സൗന്ദര്യത്തിനും അപ്പുറം മനുഷ്യന്റെ ഹൃദയത്തിലാണ് വെളിച്ചമുണ്ടാകേണ്ടത്. ഹൃദയം വെളിച്ചത്തിലായ ഒരു മനുഷ്യന് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും.
എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ, എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ, പ്രകൃതിയെ സ്നേഹിക്കാനൊക്കെ കഴിയുന്നത് അങ്ങനെയുള്ള ആളുകൾക്കാണ്. അപ്പം മനുഷ്യന്റെ സൗന്ദര്യം ഉണ്ടാകേണ്ട ഹൃദയത്തെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നന്നാക്കുകയാണ്. അതാണ് ചോദ്യം. ജനങ്ങൾ കാണുന്ന ഇടമെല്ലാം നീ നന്നാക്കിയില്ലേ? നിന്റെ രക്ഷിതാവായ റബ്ബ് കാണുന്ന ഇടം എന്തുകൊണ്ട് നന്നാക്കിയില്ല? നമ്മുടെ നാട്ടിൽ വലിയ ഒരു നേതാവ് വരുന്നെന്ന് വിചാരിക്കാം. അവരവരുടെ നേതാവിനെ വിചാരിച്ചാൽ മതി. ഞാൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മറ്റൊരു വിചാരിക്കും, എന്നാലും ഉസ്താദ് ഞങ്ങളെ നേതാവിനെ പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വിചാരിക്കും, എന്നാലും ഞങ്ങളെ നേതാവിനെ പറഞ്ഞില്ലല്ലോ. രണ്ടുമില്ല. നിങ്ങളൊക്കെ നേതാവ് ആരാണോ അവരെന്ന് വിചാരിക്കുക. നിങ്ങൾ അവരെ കാണാൻ പോകുന്നു എന്ന് വിചാരിക്കുക. ആരെങ്കിലും മോശപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് പോവുക. നമ്മുടെ നാട്ടിലേക്ക് ഒരു നേതാവ് വരുന്നു, എനിക്ക് കാണാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ പോവുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കും പോവുക. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ജനങ്ങളുടെ മുന്നിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ? അപ്പോൾ നമ്മുടെ സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിലേക്ക് എല്ലാ സമയവും അവന്റെ നിരീക്ഷണം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അവന്റെ നോട്ടമെത്താത്ത ഒരു സമയം നമ്മുടെ ഉള്ളിലില്ല. എല്ലാം അറിയുന്നുണ്ടെന്നല്ലേ? ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. ഹൃദയങ്ങളുടെ വിചാരങ്ങൾ മുഴുവനും അല്ലാഹുവിനറിയാം. അവിടെ അഹങ്കാരമുണ്ടോ, അസൂയയുണ്ടോ, അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുർവിചാരങ്ങളോ ദുർചിന്തകളോ പിടികൂടിയിട്ടുണ്ടോ? അതാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ജനങ്ങൾ കാണുന്ന ഇടം നന്നാക്കുകയും അള്ളാഹു കാണുന്ന ഇടം മോശപ്പെടുത്തുകയും ചെയ്യരുത്. അള്ളാഹു കാണുന്ന ഇടം എപ്പോഴും നന്നാക്കുക. എങ്ങനെയാണ് ഹൃദയങ്ങൾ നന്നാക്കുക? ബിദിക്രില്ലാഹ്, ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കഴിവിന്റെ പരമാവധി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. അള്ളാഹുവിലേക്ക് അടുക്കുന്ന ദിക്റുകൾ ഏതൊക്കെയുണ്ടോ അതുകൊണ്ടാണ് ഔലിയാക്കൾ ഇത്ര ദിക്റു ചൊല്ലി ചൊല്ലി ചൊല്ലിയാണ് അവരുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്തത്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. നമ്മൾ മുഹീദ്ദീൻ റാത്തിബിൽ കേൾക്കുന്ന ദിക്റല്ലേ അല്ലേ? ഇവിടെ ചെല്ലാറില്ലേ? അന്തൽ ഹാദി അന്തൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു. അതൊക്കെ എന്താണ്? നമ്മുടെ ഹൃദയം സ്ഫുടം ചെയ്തെടുക്കാനുള്ള ദിക്റുകളാണ്. നമ്മുടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങളെ ഒക്കെ കഴുകിക്കളയാനുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ആ കാലത്തെ രാജാവായിരുന്നയാൾ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, നിങ്ങളുടെ കയ്യിലേക്ക് കുറച്ച് സമ്പത്ത് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങളുടെ സമ്പത്ത് എനിക്ക് ആവശ്യമില്ല. ഭരണാധികാരിയായ ആൾ 10 കിഴി സ്വർണം കൊടുക്കുകയാണ്. നിങ്ങളുടെ സമ്പത്ത് എനിക്ക് വേണ്ട. നിങ്ങളുടെ സമ്പത്ത് എനിക്ക് തന്ന് നിങ്ങൾ പരീക്ഷിക്കണ്ട. നിങ്ങളിത് സ്വീകരിച്ചേ പറ്റൂ. പറഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അതിൽ നിന്നൊരു പൊതി കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് ആ കയ്യിലുണ്ടായിരുന്ന പൊതിയൊന്നു ഞെക്കിപ്പിഴിഞ്ഞപ്പോ അതിൽ നിന്ന് രക്തം വരികയാണ്. പറഞ്ഞു, രാജാവേ, ഇത് ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കിയ ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കിയ പൈസയല്ലേ, സമ്പാദ്യമല്ലേ? അത് എന്നെ തീറ്റിക്കുകയാണോ? നിങ്ങളുടെ ഈ സമ്പത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതല്ലേ? അതെനിക്ക് വേണ്ട. നിങ്ങൾ രാജാവായിരുന്നോ? പക്ഷേ നിങ്ങൾ ഈ ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കിയ സമ്പത്തും കൊണ്ട് അബ്ദുൽ ഖാദിറിൽ ജീലാനിക്ക് വിലയിടണ്ട. എനിക്കതിനാവശ്യമില്ല.
മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഒരൊറ്റ ഉപദേശം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയുകയാണ്, നീ നല്ലവനാണെന്ന് കരുതുകയും മറ്റുള്ള ആളുകളെല്ലാം മോശമാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി നിനക്കുണ്ടാകല്ല. എല്ലാവരും എന്നെക്കുറിച്ച് നല്ലവനെന്ന് ചിന്തിക്കണം. പക്ഷേ എൻ്റെ ചിന്തയോ എല്ലാവരും മോശക്കാരാണെന്നാണ്. അങ്ങനെ ഒരു ചിന്ത നിന്റെ ഹൃദയത്തിലുണ്ടാകരുത്. അങ്ങനെ ഒരു വിചാരം നിന്റെ കൽബിൽ വന്നു പോകരുത്. എല്ലാവരെയും കാണുമ്പോൾ അവരെന്നെക്കുറിച്ച് നല്ലത് കരുതണം. പക്ഷേ അവരെക്കുറിച്ച് ഞാൻ കരുതുന്നതോ അവർ മോശക്കാരാണെന്നാണ്. അങ്ങനൊരു ചിന്തയെ ഹൃദയത്തിൽ വേണ്ട. എല്ലാവരെക്കുറിച്ചും നല്ലതാണ് കരുതാനുള്ളത്. ഈ പ്രസംഗിക്കുന്ന എന്നെക്കാൾ എത്രയോ നല്ല മനുഷ്യരാണ് നിങ്ങൾ വഅദ് കേൾക്കുന്നവർ. അങ്ങനെയാണ് എൻ്റെ കൽബിൽ ചിന്തയുണ്ടാകേണ്ടത്. എൻ്റെ താഴെയുള്ള ആളിനെ കാണുമ്പോൾ, പ്രായം കുറഞ്ഞ ആളിനെ കാണുമ്പോൾ, ഇമാം അബൂ ഹാമിദുൽ ഗസ്സാലി തങ്ങൾ പറഞ്ഞു തരുകയല്ലേ, നിന്നെക്കാൾ പ്രായം കുറഞ്ഞ ആളിനെ കണ്ടാൽ ചിന്തിക്കേണ്ടതെന്താണ്? കുറഞ്ഞ കാലം ജീവിക്കാൻ കിട്ടിയ ആൾ വലിയ തെറ്റു ചെയ്യാനുള്ള സാഹചര്യമൊന്നും ഒത്തുവന്നിട്ടില്ല. വളരെ ചെറിയ പ്രായമുള്ളയാളാണ്. ഞാൻ എത്രയോ കാലമായി തെറ്റു ചെയ്യുന്നുണ്ട്. അവൻ്റെ പ്രായം നോക്കുമ്പോൾ ഒരുപക്ഷെ എന്നെപ്പോലെ തെറ്റു ചെയ്തിട്ടുണ്ടാവില്ല. അവൻ എത്ര നല്ലവനാണ്. പ്രായം കൂടിയ ആളെ കാണുമ്പോൾ കൽവിൽ വരേണ്ട ചിന്ത എന്താണ്? ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ എന്നെക്കാൾ എത്രയോ മൂത്തയാളാണ്, എത്രയോ നന്മ ചെയ്യാൻ അവസരം കിട്ടിയ ആളാണ്, എത്രയോ തഹജ്ജുദ് നിസ്കരിക്കാനും റമളാനിനും അവസരം കിട്ടിയ ആളാണ്. അങ്ങനെ ഒരാൾ അല്ലാഹു തആലയിലേക്ക് തൗബ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള ആളാണ്. ആ ചിന്ത നിന്റെ കൽബിലുണ്ടാകണമെന്ന് സയ്യിദുനാ ഖുതുബുൽ അഖ്താബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ നമുക്ക് നൽകിയ ഉപദേശം, ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസ്സാലി തങ്ങളുടെ ഉപദേശം. അപ്പോൾ നമ്മൾ മഹാന്മാരുടെ മജ്ലിസിൽ വരുന്നത് എന്തിനാണ്? നമ്മുടെ ഹൃദയം നന്നാകാൻ, നമ്മുടെ കൽബിലെ മോശങ്ങൾ മാറി നിൽക്കാൻ. എല്ലാവരെക്കുറിച്ചും നിന്റെ ചിന്ത നല്ലതാകണം. ഒരാളോടും ഒരു അസൂയയില്ലാതെ, പകയില്ലാതെ, വിദ്വേഷമില്ലാതെ ഉറങ്ങാൻ കിടക്കണമെന്ന് സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരാളോടും എനിക്ക് പകയില്ല, ഒരാളോടും എനിക്ക് വിദ്വേഷമില്ല, ഒരാളോടും എനിക്ക് അസൂയയില്ല, ഒരാളോടും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പില്ല, ഒരാളോടും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അത്ര തെളിഞ്ഞ കൽബോടെ ഉറങ്ങാൻ കിടക്കണം. എല്ലാവരെക്കുറിച്ചും നല്ലത് ചിന്തിക്കണം. നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് നല്ല മനുഷ്യരാണെന്ന ചിന്തയാണ് ഹൃദയത്തിൽ വരേണ്ടത്. എന്നാൽ നമ്മുടെ കാലം അങ്ങനെയല്ല. ആരുടെയെങ്കിലും ന്യൂനതകൾ കാണാൻ കാത്തിരിക്കുന്നവരുടെ കാലമാണ്. ഒരു തെറ്റ് അയാളിൽ നിന്ന് വീണു കിട്ടണമേ എന്ന് കാത്തിരിക്കുന്ന മനുഷ്യർ. ആരെങ്കിലും ഒരു തെറ്റു ചെയ്താൽ അതിനെ ആഘോഷിക്കുന്ന മനുഷ്യരുടെ കാലമാണ്. ജനങ്ങളുടെ ഇടയിൽ വഷളാക്കുന്നവരുടെ കാലമാണ്. അവരറിയുന്നില്ലല്ലോ അവരവരുടെ സൃഷ്ടാവിനോട് ചെയ്തു പോയ തെറ്റുകളെങ്ങാണം പൊതുജനങ്ങളുടെ മധ്യത്തിൽ അല്ലാഹു ആകുന്ന കാരുണ്യവാൻ വെളിപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ ഈ പറയുന്നയാളിൻ്റെ അവസ്ഥ എന്താണ്? അവൻ്റെ ഹൃദയത്തിൽ തോന്നിയ ദുഷിച്ച വിചാരങ്ങളെങ്ങാനും അവൻ്റെ റബ്ബെടുത്ത് പുറത്തിട്ടിരുന്നെങ്കിൽ ഈ പറയുന്നവരുടെയൊക്കെയും
അവസ്ഥ എന്താണ്? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുഅ്മിനേ, എന്നെ കേൾക്കുന്ന മുസ്ലിമേ, എന്നെ കേൾക്കുന്ന മുഅ്മിനാത്തുകളെ, നല്ലതല്ലാത്ത വിചാരം വേണ്ട. ഒരാളെക്കുറിച്ചും നല്ലതല്ലാതെ കരുതണ്ട. എപ്പോഴും ഹൃദയത്തിൽ കരുതിക്കോ, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു പാവപ്പെട്ടവനാണ്, ഞാൻ പാപം ചെയ്തു പോയവനാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞാനൊരു മോശക്കാരനാണെന്ന് ചിന്തിച്ച് കരയുകയായിരുന്നു സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാം. അപ്പോഴും പിശാചിന്റെ ചിന്ത എന്താണ്? ഖാല അന ഖൈറും മിൻഹു, ഞാൻ അവരെക്കാൾ ശ്രേഷ്ഠനായ ആളാണ്, ഞാൻ തരക്കേടില്ലാത്തയാളാണ്, ഞാൻ നല്ലയാളാണ്. അങ്ങനൊരു വിചാരം വേണ്ട, അത് അപകടപ്പെടുന്ന വിചാരമാണ്. ഞാനൊരു ശ്രേഷ്ഠനാണെന്ന് കരുതിയ ഇബ്ലീസ് നരകത്തിൻ്റെ രാജാവാണ്. ഞാനൊരു മോശക്കാരനാണെന്ന് കരുതിയ അബുൽ ബശർ ആദം അലൈഹിസ്സലാം സ്വർഗത്തിൻ്റെ നേതാവാണ്. മുഅ്മിനീങ്ങളെ, ഹൃദയമൊന്ന് സ്ഫുടം ചെയ്യൂ. എല്ലാവരും നല്ലവരാണെന്ന് കരുതൂ, എല്ലാവരിലും നന്മയുണ്ടെന്ന് കരുതൂ, എല്ലാവരെയും നല്ലതുപോലെ പരിഗണിക്കൂ. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയുകയാണ്, ഞാൻ അല്ലാഹുവിലേക്ക് അടുത്ത കാരണം എൻ്റെ ഇബാദത്തുകൾക്കപ്പുറം എൻ്റെ ഹൃദയാന്തരങ്ങളിലെ ചിന്തകളാണ്, എൻ്റെ ജൂദാണ്, കറമാണ്. എൻ്റെ ഹൃദയാന്തരങ്ങളിലെ തവാളുആണ്. എൻ്റെ ഹൃദയം എപ്പോഴും അല്ലാഹുവിൻ്റെ മുമ്പിൽ വിനീതമായ ഹൃദയമാണ്. എന്നാൽ അവരാരാണ്? അവരുടെ കണ്ണെപ്പോഴും ലൗഹില്ലതെന്നോവർ. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. അല്ലാഹുവിൻ്റെ ദീന് വിട്ടൊരു കളി അവർ കളിച്ചിട്ടില്ല. ആത്മീയതയുടെ ഉന്നതമായ പ്രൗഢമായ സ്ഥാനത്തു നിൽക്കുമ്പോഴും എല്ലാ വലികളും ഓരോ നബി വഴി, ഞാൻ എൻ്റെ സീബാവ കൽവഴി എന്നോവർ. ഹബീബായ നബി തങ്ങളുടെ ഖദം എവിടെയാണോ, അവിടുത്തെ ചര്യ എന്താണോ, അതിനനുസരിച്ചല്ലാതെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ജീവിതമില്ല. ആത്മീയമായ ഉന്നതികൾ കരസ്ഥമാക്കുമ്പോഴും അല്ലാഹുവിനെ മറന്നുപോയില്ല. അവരുടെ സമയങ്ങൾ ദിക്റല്ലാതെയില്ല. അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സർവ്വ ആലിമീങ്ങളും അംഗീകരിച്ച നേതാവാണ് ഇമാമുന ശാഫിഈ തങ്ങളുടെ മദ്ഹബിൽ ഉള്ളയാളുകൾ, ഇമാം ഹനഫി തങ്ങളുടെ മദ്ഹബിൽ ഉള്ളയാളുകൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മദ്ഹബിൽ ഉള്ളയാളുകൾ, ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബിൽ ഉള്ളയാളുകൾ, എല്ലാ മദ്ഹബുകളിലെയും മഹാരഥന്മാരായ ഇമാമുമാർ അവരെ അംഗീകരിച്ചു, അവരും തിരിച്ചംഗീകരിക്കുകയാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ കാലത്താണ് ഇമാമുനൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നത്. മഹാനരായ സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി തങ്ങൾ അവിടുന്ന് ഇമാം ഗസ്സാലിയെ കുറ്റം പറയുന്നവരല്ല, അവരെ തെറി പറഞ്ഞിട്ടില്ല, അവരെ മോശപ്പെടുത്തിയിട്ടില്ല. ഓ ജനങ്ങളെ, ആത്മീയ മാർഗമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിൻ്റെ ദീനാണ്. അതിലെ അങ്ങേയറ്റത്തെ സൂക്ഷ്മതയാണ്. അതിലെ ഓരോ സെക്കൻഡും അല്ലാഹുവിന് ആയുസ് എങ്ങനെ ചെലവഴിക്കണമെന്ന ചിന്തയാണ്. അത് ആലിമീങ്ങളെ തെറി പറയുന്ന മാർഗമല്ല, സ്വാലിഹീങ്ങളെ മോശപ്പെടുത്തുന്ന മാർഗമല്ല. ജീവിതം മുഴുവനും അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി സമർപ്പിച്ച ആളുകളെ അവരെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കലല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ അത് ദീനിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടിയുള്ള അഗാധമായ പരിശ്രമമാണ്.
സമ്മതമാണ്. അത് നിസ്കാരം ഒഴിവാക്കലല്ല, സക്കാത്ത് കൊടുക്കാതിരിക്കലല്ല, ഹറാമുകളൊക്കെയും ഹലാലാക്കലല്ല. അതെല്ലാം ദീനിനെ മുറുകെ പിടിക്കാനാണ് ഞാൻ എൻ്റെ സീബാവ കാൽവാഴി എന്നോവർ. ഞാൻ എൻ്റെ വല്യുപ്പാൻ്റെ ദീനിൽ ഒരു അടി പോലും അനങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ വല്യുപ്പാൻ്റെ മതം വിട്ടുകളിച്ചിട്ടില്ല. ഔലിയാക്കളുടെ സമുന്നത പദവി അലങ്കരിക്കുന്ന നേരത്തും അവർ ഹബീബായ നബി തങ്ങളുടെ ദീനിൻ്റെ കാവൽക്കാരനാണ്, ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ സ്ഥാപകനാണ്, അതിൻ്റെ കൂടെ നടക്കുന്നവരാണ്, അതിന് ജീവൻ നൽകുന്നവരാണ്. അതുകൊണ്ട് ഈമാൻ മുറുകെ പിടിക്കണം, അല്ലാഹുവിൻ്റെ മഹാന്മാരെ ഇഷ്ടപ്പെടണം. സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നവർ പറയുകയാണ്, ഒരു ദിവസം ഞാനിങ്ങനെ ജിബ്രീലിനെ കാണുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ അരികിൽ വരുമ്പോ അതാ കയ്യിൽ ഒരു ഏടുണ്ടായിരുന്നു. ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, ജിബ്രീൽ, ആ ഏട്ടിൽ എന്താണുള്ളത് ജിബ്രീൽ? അതേ, ഇതൊരു റെക്കോർഡാണ്. ഇത് മഹാന്മാരായ സ്വാലിഹീങ്ങളെ സ്നേഹിച്ചവരുടെ പേരെഴുതാനാണ്. സ്വാലിഹീങ്ങളെ ആരെല്ലാം സ്നേഹിച്ചോ അവരുടെ പേരെഴുതി വെക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോഴാണ് ഞാൻ ജിബ്രീലിനോട് പറയുന്നത്, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ജിബ്രീൽ, ആ പേരുകൾ എഴുതി വെക്കുന്നതിൻ്റെ താഴെ നിങ്ങൾ എൻ്റെ പേര് കൂടി എഴുതുമോ ജിബ്രീൽ? സ്വാലിഹീങ്ങളെ സ്നേഹിച്ച ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന്, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ മുഹിബ്ബീങ്ങളുടെ മുഹിബ്ബാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് നിങ്ങളുടെ ഏടിലൊന്ന് എഴുതുമോ ജിബ്രീൽ? മറുപടി വരികയാണ്, ഓ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, അല്ലാഹു എന്നെ അറിയിച്ചു തന്നു ഇബ്രാഹിം, ഈ ഏടിൽ ആദ്യത്തെ പേര് നിങ്ങളുടേതാകണമെന്ന്. അല്ലാഹുവിൻ്റെ മഹാന്മാരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ അല്ലാഹു പൊരുത്തപ്പെട്ടു ഇബ്രാഹിം. അതല്ലേ നമ്മുടെ പ്രതീക്ഷ. നമ്മൾ ഒരുമിച്ച് കൂടിയതാരെ സ്നേഹിച്ചിട്ടാണ്? ഹബീബായ നബി തങ്ങളുടെ പേരക്കുട്ടിയായ സയ്യിദുനാ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ നേതാവിനെ സ്നേഹിച്ചിട്ടാണ്. ഞങ്ങളുടെ ഈമാൻ നീ വർദ്ധിപ്പിക്കണം അല്ലാ, ഇഖ്ലാസ് വർദ്ധിപ്പിക്കണം അല്ലാ, ഞങ്ങളെ നന്നാക്കി തരണം അല്ലാ. നിന്റെ സ്വാലിഹീങ്ങളെ സ്നേഹിച്ചു എന്ന് നീ അടയാളപ്പെടുത്തുമ്പോ സാധുക്കളായ പാപികളായ ഒരു നന്മയും പറയാനില്ലാത്ത ഞങ്ങളെ കൂടി ആ കൂട്ടത്തില് ചേർത്തു തരണേ അല്ലാ. നീ സ്വർഗം നൽകുമ്പോ നിന്റെ മഹാന്മാരെ സ്നേഹിച്ചവരായി ഈ മജ്ലിസിൽ വന്ന മുഴുവൻ മുഹിബ്ബുകളെയും ഒരുമിച്ച് കൂടിയവരെയും സഹായിച്ചവരെയും സഹകരിച്ചവരെയും സംഘടിപ്പിച്ചവരെയും നീ ചേർത്തു തരണേ അല്ലാ. ഇവിടെ വന്നു ചേർന്ന സഹോദരിമാരുണ്ട്, അവരെ നീ ചേർത്തു നൽകണേ അല്ലാ. ഞങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് അല്ലാ, ഞങ്ങൾക്ക് നീ തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഖൽബ് ഈമാനിൽ ഉറപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീക്കിത്തരണേ അല്ലാ. ഓ മുഅ്മിനീങ്ങളെ, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ മുറുകെ പിടിച്ചാൽ, അല്ലാഹുവിൻ്റെ മഹാന്മാരെ മുറുകെ പിടിച്ചാൽ, എന്നെ പിടിച്ചോവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അല്ലാഹു ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ബർക്കത്ത് കൊണ്ട് രണ്ട് ലോകവും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഒന്ന് ചൊല്ലുമോ? സഖാനിൽ ഹുബ്ബു കസാത്തിൽ വിസാലി ഫഖുംദു ലിഖമറതി നഹ്വി തആലി മുറാദിയാ.
അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ. എല്ലാവരും ഒരുമിച്ച് കൂടിയ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ദുആ ചെയ്ത് പിരിയുമ്പോൾ ഇവിടെ ഭക്ഷണം എല്ലാവർക്കും റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് അരി തന്നവർ, മാംസം തന്നവർ എല്ലാവരും അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തന്നതാണ്. പടച്ചവനെ അവർക്ക് നീ ബറക്കത്തു ചെയ്യണേ അല്ലാ, ഖൈറു നൽകണേ അല്ലാ, അവരുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവെ നിന്റെ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് രണ്ട് ലോകവും നീ വിജയിപ്പിക്കണേ അല്ലാ. പടച്ചവനെ എല്ലാ വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പലപ്പോഴും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തേക്ക് ഒരു ആട് നമുക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി ഒരു ആടിനെ പറയാൻ പറ്റും. അൽഹംദുലില്ലാ. നമ്മളെ കടത്തൂർ പള്ളിയുടെ സെക്രട്ടറി എന്താ പേര്, വൈസ് പ്രസിഡന്റ് ഷാജഹാനിക്ക, സിറാജിക്ക. അൽഹംദുലില്ലാ. നമ്മളെ കടത്തൂർ പള്ളിയുടെ വൈസ് പ്രസിഡന്റ് സിറാജിക്ക അൽഹംദുലില്ലാ ഒരു ആടിനെ ഈ സംഭാവന ഈ മജ്ലിസിലേക്ക് അടുത്ത കൊല്ലത്തെ ഭക്ഷണത്തിലേക്ക് സംഭാവന അൽഹംദുലില്ലാ. ആരാ? ലത്തീഫ്. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ സിറാജ് സാഹിബിനെ ലത്തീഫ് ഖാൻ ബറക്കത്ത് ചെയ്യണേ അല്ലാ. രണ്ടുപേരുടെയും ആവശ്യങ്ങൾ ഒരു ചാക്കരിയും. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ സിറാജ് സാഹിബിന്റെ കാര്യങ്ങളിൽ ഖൈറു നൽകണേ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാ. നിന്റെ ഔലിയാക്കളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരോടുള്ള മഹബത്ത് കൊണ്ട് തന്നതാണ്. പടച്ചവനെ അവർക്ക് എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ നൽകണേ അല്ലാ. മക്കള് കുടുംബങ്ങളെ റാഹത്താക്കണേ അല്ലാ, ജീവിതം ഖൈറിലാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ലത്തീഫ് സാഹിബ് അല്ലാഹു അദ്ദേഹത്തിൻ്റെ സംഭാവന സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. വിഷമങ്ങൾ രോഗങ്ങൾ മാറ്റണേ അല്ലാ. കുടുംബങ്ങളെ ഐശ്വര്യത്തിലാക്കണേ അല്ലാ. മക്കളെ റാഹത്തിലാക്കണേ അല്ലാ. ജീവിതം ഖൈറിലാക്കണേ അല്ലാ. അല്ലാഹുവേ നിന്നിലേക്ക് അടുക്കാൻ ഈ അമലൊരു കാരണമാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഇൻഷാ അല്ലാഹ് ഒരു പേപ്പർ നിങ്ങളുടെ അടുക്കലേക്ക് വരും. അതിലേക്കുള്ള ഓഫറുകൾ എഴുതിയാൽ ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്തും വരും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരാ ഉള്ളത്? ഇനി ആരാ ഒരാട് തരാൻ പറ്റിയ ആരാ ഈ കൂട്ടത്തിലുള്ളത്? ഒരാളും കൂടി പറയും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സിറാജിക്ക, ലത്തീഫ്ക്ക് അള്ളാഹു രണ്ടുപേർക്കും കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അത് കാരണമായി അള്ളാഹു രോഗങ്ങൾ മാറ്റുമാറാകട്ടെ. വിജയമ്മ എന്നൊരു സഹോദരി ശാരീരിക സംബന്ധമായ എല്ലാ രോഗങ്ങളും അതുപോലെ വീടിന് ഐശ്വര്യവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ആടിനെ നേർച്ചയായി സമർപ്പിച്ചിരിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പടച്ചവനെ നീ അവർക്ക് അനുഗ്രഹം ചെയ്യണേ അല്ലാ. അള്ളാഹുവെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ മജ്ലിസിലേക്കാണല്ലോ തന്നത്. അള്ളാഹുവെ അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ നിന്റെ ഔലിയാക്കളുടെ മജ്ലിസാണ്, നീ പരിഗണിക്കണേ അല്ലാ. അവരുടെ ശാരീരികമായ വിഷമങ്ങൾ മാറ്റണേ അല്ലാ. അള്ളാഹുവെ ആരോഗ്യം നൽകണേ അല്ലാ.